കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ വിശുദ്ധ ദിവസത്തിലെ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ കാലം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സഭാപ്രസംഗിയിലാണ് ഒരു കാലം, അല്ലേ, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം എന്നൊക്കെ പറഞ്ഞ് ഈ കാലങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത കൈമാറുന്നത് സഭാപ്രസംഗിയിലാണ്. അപ്പോൾ തന്നെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയും, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് പറയുന്ന മേഖലകളുമുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലൊരു കാലത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് വളരെ മർമ്മപ്രധാനമായൊരു വിഷയമാണ്. യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം, കാലസമ്പൂർണത, എല്ലാ റോഡുകളും റോമിലേക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു ചിന്ത അന്നത്തെ കാലത്ത് വന്നു. കാര്യം യേശു യെരുശലേമിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്ത് എല്ലാവർക്കും, ഏത് ദേശക്കാർക്കും, ഏത് പട്ടണക്കാർക്കും, ഏത് രാജ്യക്കാർക്കും വേറെ ഒരു സ്തോത്രം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മധ്യസ്ഥന്മാരോ സ്തോത്രം ഇന്നത്തെ പോലെ പാസ്പോർട്ടോ വിസയോ ഇങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങളും ഇല്ലാതെ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം, അതിനെയാണ് കാലസമ്പൂർണത എന്ന് പറയുന്നൊരു ചിന്ത. അത് ഒരു കാര്യം മാത്രമല്ല, പല വിഷയങ്ങൾ അതിനകത്തുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ ഗ്രഹത്തോട് യഹൂദ ഗ്രഹത്തോട് ഞാൻ അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും. എല്ലാ വാഗ്ദത്തങ്ങൾക്കും അതിനകത്തൊരു നിവർത്തീകരണ കാലം ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 400 വർഷം നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അടിമകളായി പാർക്കുമെന്ന് പറഞ്ഞ മേഖലയുണ്ട്, അല്ലേ? 400 വർഷം കഴിയുമ്പോൾ ദൈവം മോശ എന്ന ദൈവ അഭിഷക്തനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന്, അടിമനുഖത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് പുറത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൂതുകൾ മാത്രമല്ല, അത് വെളിപ്പെടുന്നതിനൊരു കാലം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വെളിപ്പെട്ട് വരേണ്ട സമയമുണ്ട്. ആ സമയത്ത് നിശ്ചയമായിട്ട് ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടവരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് യോസേഫ് മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് യോസേഫ് സഹോദരന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു കാലം വരും. പ്രൈസ്. ആ സമയത്ത് എൻ്റെ അസ്ഥികളെ കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. യോസേഫിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഈ ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത ദേശത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതിനൊരു കാലം ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട് എല്ലാവിധ ആത്മീക ഭൗതിക നന്മകളെ നൽകി സഹായിക്കും. അങ്ങ് അവിടുത്തെ ബലവും ശക്തിയും ഞങ്ങളുടെ മേൽ പകരും, കൂടെയിരിക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.